episode of Life on Camera by Anu. 2025 ജർമ്മനിലേക്ക് വരാനുള്ളവർക്കുള്ള വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരു മേജർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ചേഞ്ച് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ മിസ് ചെയ്യാതെ കാണാനും പറ്റത്തുള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം Jan 1, 2025 മുതൽ ജർമ്മനിയിൽ വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ജർമ്മൻ മിഷൻ 167 വിസ സെക്ഷനിലുള്ള ചേഞ്ച് പ്രകാരമാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ് കൊണ്ടുവന്നിരിക്കുന്നത്. നാഷണൽ വിസ സെക്ഷനിൽ വരുന്ന 28 കാറ്റഗറീസിലാണ് ഡിജിറ്റലൈസേഷൻ ഓൺലൈൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. 2024 വരെ പേപ്പർ ബേസ്ഡ് വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ആയിരുന്നു. അത് കാരണം വിസ പ്രോസസ്സിന്റെ ടൈം ഡ്യൂറേഷൻ കൂടുകയും വിസ സ്റ്റേറ്റസ് കറക്റ്റ് സമയത്ത് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും 4 ലക്ഷം അടുപ്പിച്ച് സ്കിൽഡ് വർക്കേഴ്സിന്റെ ഷോർട്ടേജ് ജർമ്മനിയിൽ വരാറുണ്ട്. 2024 വരെ പേപ്പർ ബേസ്ഡ് വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ആയത് കാരണം വിസ പ്രോസസ്സിന്റെ ടൈം ഡ്യൂറേഷൻ ഡിലേ വരാറുണ്ട്. ആ ഡിലേ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് വന്ന ശേഷം ഒരുപാട് മാനുവൽ വർക്ക്സ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ നമുക്ക് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയും ആ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്സിങ്സ് വന്നാൽ വെരിഫിക്കേഷൻ ടീം നമ്മളെ മെയിൽ വഴി ഇൻഫോം ചെയ്യുകയും നമുക്കത് റീ അപ്ലോഡ് ചെയ്ത് വീണ്ടും വെരിഫിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഇനി ഈ വിസ നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നതിന്റെ 6 സ്റ്റെപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വിസ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്പർ 1, വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുക. നമ്പർ 2, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സപ്പോർട്ടിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ അപ്ലോഡ് ചെയ്യുക. നമ്പർ 3, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നമ്പർ 4, റിവ്യൂ ആൻഡ് വെരിഫിക്കേഷൻ. എംബസിയിൽ നിന്നുള്ള ഒരാളോ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാളോ നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും റിവ്യൂ ചെയ്ത് വെരിഫൈ ചെയ്യുകയും ചെയ്യും. നമ്പർ 5, വെരിഫിക്കേഷൻ സക്സസ് ആവുകയാണെങ്കിൽ വിസ ഇന്റർവ്യൂ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൽ വരും. അല്ലെങ്കിൽ മിസ്സിംഗ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൽ ആയിരിക്കും വരുന്നത്. മിസ്സിംഗ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്പർ 6, വിസ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വിസ ഓഫീഷ്യൽസ് നമ്മുടെ ബയോമെട്രിക്സ് ചെക്ക് ചെയ്യും, നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യും ആൻഡ് നമ്മളെ പാസ്പോർട്ട് വിസ ഡിസിഷന് വേണ്ടിയിട്ട് പ്രോസസ് ചെയ്യും. ഇനി നമുക്ക് ഓൺലൈൻ വഴി എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് നമ്മളെ നാട്ടില് ഏതൊക്കെ വിസ ഓഫീസിലാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ് ഉള്ളതെന്ന് സ്ക്രീൻ ഷെയറിംഗ് വഴി നോക്കാം. digital-diplo.de എന്ന വെബ്സൈറ്റിലാണ് പോകേണ്ടത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറുമ്പോൾ പാസ്പോർട്ട് വിസ എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ വിസയിലേക്ക് പോകുമ്പോൾ വിസ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ വഴി എങ്ങനെ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. താഴെ ഡീറ്റെയിൽസ് അതിൽ 2 സെക്ഷൻ ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ, ബ്ലൂ കാർഡ് വിസ. അതിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നതിന്റെ ഓവർവ്യൂ ആണ് താഴെ കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ താഴെ നമ്മൾ പോകുമ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് ഏതൊക്കെ കൺട്രിയിൽ ഏതൊക്കെ വിസ ഓഫീസിലാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ് എനേബിൾ ആയിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോൾ കൺട്രി വന്ന് ഇന്ത്യയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ വിസ ഓഫീസിലാണ് എനേബിൾ ആയിട്ടുള്ളത് നമുക്കിവിടെ നോക്കാൻ പറ്റും. ഇപ്പൊ ഇന്ത്യ ഇവിടെ ചൂസ് ചെയ്തു. ഇന്ത്യയിൽ ബാംഗ്ലൂരിലും കൊൽക്കട്ടയിലുമാണ് കറന്റ്ലി ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ്. പിന്നെ മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ ഇവിടെയൊക്കെ ഡിസേബിൾ ആണ്. അവിടെ സൈഡിൽ എഴുതി കാണിക്കും കറന്റ്ലി ഓൺലൈൻ പ്രോസസ് ഡിസേബിൾ എന്ന് എഴുതി കാണിക്കും. സോ ഇപ്പോൾ കറന്റ്ലി കൊൽക്കട്ടയിലും ബാംഗ്ലൂരിലുമാണ് എനേബിൾ ആയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ നമുക്കിനി ബ്ലൂ കാർഡ് വിസയിലേക്ക് പോവാം. ബ്ലൂ കാർഡ് വിസയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർവ്യൂ ആണ് താഴെ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കാറ്റഗറി ബേസ്ഡ് ആണ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബ്ലൂ കാർഡ് EU ഫോർ ദ പ്രൊഫഷണൽസ് വിത്ത് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി. സെക്കൻഡ് കാറ്റഗറി ബ്ലൂ കാർഡ് EU ഫോർ സ്കിൽ വർക്കേഴ്സ് വിത്ത് എ ടെർഷ്യറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബ്ലൂ കാർഡ് EU ഫോർ IT സ്പെഷ്യലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബ്ലൂ കാർഡ് EU ഫോർ IT സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന പോയിന്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. തൊട്ട് താഴെ തന്നെ നേരത്തെ ചൂസ് ചെയ്ത പോലെ തന്നെ ഏതൊക്കെ കൺട്രിയിലാണ് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് എനേബിൾ ആയിട്ടുള്ളതെന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊറിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വിസ ഓഫീസേ ഉള്ളൂ, അവിടെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചൈന ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 വിസ ഓഫീസ് ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇപ്പൊ ബംഗ്ലാദേശാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിസ ഓഫീസേ ഉള്ളൂ, അവിടെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ഉണ്ട്.